എന്നേക്കാ കാത കേട്ടൂടെ? ഇതാ വിളിക്കുന്നു. ആര്? അണ്ണനാ? ആ. എന്നാ സ്വാമി? എന്താടാ വിളിച്ച ചെവി കൂട്ടണയോ? കേട്ടു അന്നൊരു ലാസ്റ്റ് കളിയാ കേട്ടു. അപ്പൊ അക്ക വന്ന് കൂട്ടു. അക്ക തൊപ്പിയിട്ടു. എന്നാ സ്വാമി? പോയി വേറെ നോക്കടാ. ആ ഇതെല്ലാം കൊണ്ട് കുളിച്ചിട. ഞാൻ വീട്ടിലേക്കൊന്ന് പോവാ. ഇതെല്ലാം നോക്കണം. ശരി സ്വാമി. ആ നീ ഒരു ഗ്ലാസ് എടുത്തേ. തകമേ നമുക്കൊരു സാധനമൊക്കെ വാങ്ങിക്കണ്ടായോ? ക്ലാസ് മുമ്പൊക്കെ ടൗൺ വരെ ഒന്ന് പോകണം. ഇവിടെ 20 കിലോമീറ്ററേ ഉള്ളൂ. നീ കൂടെ നൂറിഞ്ച് തയ്യാറായ നമുക്കൊന്നും ചിറങ്ങാം. ഞാൻ വരുന്നില്ല. പിന്നെ നീ ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കുവോ? അതിനെന്താ? ഞാൻ വരാൻ താമസിച്ചാലോ? മുത്തു ഇവിടെ ഉണ്ടല്ലോ. ആ അത് ശരിയാ. നീ ഒരു ചമ്മന്തി എടുത്തേ. ആ നീ കൂടെ വേണം സുപ്പ് അടിക്ക്. എനിക്ക് വേണ്ട. ഇതിനകത്തുണ്ടോക്ക് ചെല്ലേ. കനാലുണ്ടോ മാഷേ? കനാലോ? ചാരായ ഉണ്ടോ മാഷേ? ചാരായോ? ഇവിടോ? ഇല്ല. എന്തുണ്ട കന്നാലി? നെയ്യല്ലടാ പറഞ്ഞ കനാൽ ഇവിടെ കിട്ടുന്നത്. ഇതെന്തുണ്ടാ സംഭവം? അയൽക്കൂറ്റി ശരിയാ ചേട്ടാ. സ്ഥലപ്പ് തന്നെയാ. പിന്നെ ഇപ്പൊ എന്തുണ്ടപ്പ തകരാറ്? ആ മാഷ്ട പേരെന്തുട്ടാ? എന്തുണ്ടാ പേര്? അല്ല വേലുന്നല്ലേ? അതെ. അപ്പൊ ഇതന്നെ കുഞ്ഞിപ്പാലത്താ? ഇതന്നെയാണ്. പിന്നെന്തുണ്ട ഇയാൾ ഇല്ല ഇല്ല എന്ന് പറയണേ? അത് പരിചയക്കുറവുണ്ടോന്നേ. അല്ല നമ്മുടെ തൃശ്ശൂർ രജിസ്ട്രേഷൻ 1235 ഓടിക്കണ വാർണില്ലേ? ആ വാർണിയുടെ മാഷ ഞങ്ങളാണ് പറഞ്ഞേച്ചതേ. അല്ല സാധനം ഉണ്ടെന്ന് പറയാ. അല്ല വേറെ സ്ഥലം അന്വേഷിക്കണം. നിങ്ങൾ ഇവിടെ കയറിയിരിക്കെ. പാർട്ടി പുതിയത്. ആ അങ്ങനെ വാർണിട്ടൻ പറഞ്ഞേ. നമ്മള് മുത്തു പാരിസ് പാർട്ടി. என்ன ஞாபகம் இல்ல? அந்த பொண்ணாச்சு ஒர்க் ஷாப்ல வேலை செய்துட்டு இருந்தேன். 33 அம்மையில் നമ്മുടെ പാട്ടിയത് മനസ്സിലായി. ശരി. എങ്ങനെയുണ്ട് സാധനം? ജോറാണ്. ജഗതല പ്രതാപൻ. നോക്കിയ മാഷെ, ഈ തടുത്തു വരുന്ന പൂരത്തിന് ഈ സാധനമായിട്ട് തൃശ്ശൂർക്ക് മാഷ് വന്നാലുണ്ടല്ല കീശ നിറയെ കാശുമായിട്ട് ഇങ്ങോട്ട് പോരാ മാഷെ. എന്താ ശരി? ആ നോക്കിയ മാഷെ, ഇതുപോലത്തെ സാധനം ഉണ്ടെങ്കിൽ ഒരു 2 കുപ്പികൾ എടുത്തേ പാർസലിന്. ഞാനുണ്ട് ടൗണിലോട്ട്. വേഗം ചെല്ല്, വേഗം പുറപ്പെട്ടു കിട്ടിയിരിക്കണം. ഈ ലോറിയിലാണ് പോവാ. എന്തുണീ സംഭവം? വേഗം സാധനം അണ്ണൻ പൊണ്ടാട്ടി அப்படின்னா സംസാരം. ചരക്ക് കൊള്ളാല. നീ ഇവിടെ ഇരിക്കുകയാണോ? അപ്പൊ നീ വരുന്നില്ല ടൗണിലേക്ക്? ഇപ്പഴാണ് ലോറിയിലങ്ങ് പോവാം. ഞാനില്ല. എന്റെ മുഖത്തെന്താ ഒരു വാട്ടം? ഒന്നുമില്ല. ഞാൻ വരുമ്പോ നിനക്ക് വല്ലതും വാങ്ങിച്ചിട്ട് വരണോ? ഒന്നും വേണ്ട. മുത്തു, മുത്തു, അക്ക എവിടെ? തങ്കേ,
കുളി എവിടം വരെ ആയി? കഴിഞ്ഞു. ദാ വരുന്നു. ഞാൻ അങ്ങോട്ടൊന്ന് കടക്കട്ടെ? കിടന്നു കിടന്നു. നീ ഊണ് കഴിച്ചോ? ഇല്ല, ഇപ്പൊ വിളമ്പാ. മുത്തൂന് കൊടുത്തു. എനിക്ക് വേണ്ട, ഞാൻ കഴിച്ച. നീ കഴിച്ചിട്ട് വേഗം വാ, നമുക്ക് കിടക്കാം. ആ, ഞാൻ കുറെ സാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് എടുത്തു വെക്കണം. അതിപ്പോ വേണ്ട, നാളെ മതി. നീ ഊണിച്ചിട്ട് വേഗം വാ, കിടക്കാം. എനിക്ക് ചോറ് വേണ്ട. എന്താ? വയറിന് സുഖമില്ല. വാ, കിടക്കാം. ഇവിടെ പാടി, നീ ഇപ്പോഴെന്റെ തങ്കക്കുട്ടി. ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എന്റെ അപ്പൂനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എനിക്കിഷ്ടമില്ലാത്ത ഒരാളോടൊപ്പം ഒളിച്ചോടുന്നു. അപ്പൂനെ രക്ഷിക്കാൻ വേണ്ടി? ആ ലേബർ ഓഫീസറെ കണ്ടത് ഇന്നാ? ആ, കുഞ്ഞപ്പൻ തന്നെ കണ്ടാ മതി. സാറിനെ നേരിട്ടൊന്ന് കാണണമെന്നാ പറഞ്ഞത്. എനിക്ക് വേറെ ഇത്തിരി ജോലിയുണ്ട്. കമ്പനി കാര്യമാ സാർ ഇത്? കമ്പനി 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 മനുഷ്യനൊരു നിമിഷം സൂര്യൻ തരത്തില്ലല്ലോ. ഇത്ര ശല്യമാണെങ്കിൽ കമ്പനി അങ്ങ് അടച്ചേര്. യാത്രയൊക്കെ സുഖമായിരുന്നു മോളെ? എടീ ശരി, കാപ്പി കുടിക്കൂ. യാത്ര ക്ഷീണം മാറട്ടെ. പിന്നെ അമ്മയുടെ വർത്തമാനത്തിന്റെ ക്ഷീണവും നീ പൊടിയിടുന്നു. അപ്പോയിട്ട് ചേച്ചി കമ്പനി പോയിരിക്കാണോ? അവൻ ഇപ്പൊ വരും. ആട്ടെ, ശങ്കരൻകുട്ടിയുടെ അസുഖമൊക്കെ എങ്ങനെ ഇരിക്കുന്നു? അച്ഛനിപ്പോ കുഴപ്പമൊന്നുമില്ല. അവനെന്താ ഇങ്ങോട്ട് വരാഞ്ഞ? അച്ഛൻ ഇന്നലെ തിരുവനന്തപുരത്ത് പോയതാ. 2 ദിവസം കഴിഞ്ഞേ വരൂ. അല്ലെങ്കിലും എനിക്ക് ഒറ്റയ്ക്ക് വരാമല്ലോ. അല്ലെങ്കിൽ ഇപ്പോഴത്തെ പെമ്പിള്ളേരൊക്കെ ഒറ്റയ്ക്കാണല്ലോ സഞ്ചാരം. ആ ദാവൻ വന്നല്ലോ. ശ്രീദേവിയോ? എപ്പോഴെത്തി? ഇപ്പൊ വന്നതേ ഉള്ളൂ. കഷ്ടിച്ച് 1/2 മണിക്കൂറായി. ഇരിക്കൂ. ബസ് ഇറങ്ങി നേരെ കമ്പനിയിലോട്ട് വന്നാലോ എന്ന് ആലോചിച്ചു. പിന്നെ നേരെ ഇങ്ങോട്ട് പോന്നു. വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അമ്മാവനും അമ്മായിക്കൊക്കെ? ആ, സുഖം തന്നെ. അപ്പോട്ടിന് സുഖാണോ? ഏയ്, സുഖാണോന്ന്. എനിക്ക് പിന്നെന്താ സുഖം. ആ, ഞാൻ വേഷമൊക്കെ ഒന്ന് മാറിയിട്ട് വരാം.